ഗോകുലം ഓഫീസുകളിൽ വ്യാപക റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള ഓഫീസുകളിലുമാണ് പരിശോധന നടക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, എമ്പുരാൻ വിവാദങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന റെയ്ഡ് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ഇതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. ഏതെല്ലാം ഓഫീസുകൾ റെയ്ഡ് നടക്കുന്നു, എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അപർണ, കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു റെയ്ഡ് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതിന്റെ നിർമ്മാതാവാണ് ഗോകുല ഗോപാലൻ. 5 ദിവസം കൊണ്ട് ഈ സിനിമ 200 കോടി കളക്ഷൻ നേടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇഡിയുടെ ഈ ഒരു റെയ്ഡ് ഗോകുലം ഓഫീസുകളിൽ നടക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള ഓഫീസുകളിലും ചെന്നൈയിലടക്കമുള്ള ഓഫീസുകളിലും ഇപ്പോൾ ഇഡിയുടെ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം കേരളത്തിൽ കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലും പരിശോധനയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി പ്രധാനമായും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, അങ്ങനെ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്നും നടന്നിരിക്കുന്നത്. എന്തായാലും ഗോകുലം ഓഫീസിലാണ്, ഗോകുലം ഗ്രൂപ്പിന്റെ, ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിലാണ് ഇപ്പോൾ ഈ ഒരു ഇഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിനു മുൻപും ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഈ ഗോകുലം ഗോപാലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പരിശോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റെയ്ഡിലൂടെ നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട വലിയ സംഘപരിവാറിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ച ഒരു സിനിമ അത് പിന്നീട് റീ എഡിറ്റ് ചെയ്ത് പ്രദർശനത്തിനെത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡ് ഏറെ പ്രസക്തമാകുന്നത്. ഇത് മുൻപ് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർ നടപടി എന്നോണമാണ് ഈ ഒരു വിവാദങ്ങൾ കൂടി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു റെയ്ഡ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഗോകുലം ഓഫീസുകളിൽ നടക്കുന്നതെന്നാണ് ഏറെ പ്രധാനമായിട്ടുള്ള കാര്യം. ചെന്നൈ, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലെ ഓഫീസുകളിലാണ് പ്രധാനമായും റെയ്ഡ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. അല്പസമയം മുമ്പാണ് ഇഡിയുടെ റെയ്ഡ് ഈ ഓഫീസുകളിലൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. ഗോകുലം ഗോപാലൻ ഉടമസ്ഥതയിലുള്ള ഗോകുലം ഓഫീസുകളിലാണ് ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രതികരണങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നവി, ഏതെങ്കിലും നമ്മൾ ഗോകുലം ടീമുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് കടന്നേക്കും. ഇത് നേരത്തെയുള്ള കേസിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലും അവർ ആശങ്കപ്പെട്ടിരുന്നോ? അത്തരം എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടോ? അപ്പോൾ നമുക്ക് പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അല്പസമയം മുമ്പാണ് ഇഡിയുടെ ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് ആരംഭിച്ചതെന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇഡി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്നും വ്യക്തമാകുന്നത് ഈ മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. ആ കേസിന്റെ ഭാഗമായിട്ടുള്ള ചില തെളിവുകൾ ശേഖരണം അല്ലെങ്കിൽ ചില പരിശോധനകൾ, അതിനു വേണ്ടിയിട്ടാണ് ഗോകുലം ഓഫീസുകളിൽ പെട്ടെന്ന് ഇങ്ങനൊരു റെയ്ഡ് നടത്തുന്നത് എന്നൊരു വിശദീകരണമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വരുന്നത്. പക്ഷേ നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ എമ്പുരാൻ വിവാദം നിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര ഏജൻസികളെ വിമർശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുന്ന, പ്രത്യേകിച്ച് സംഘപരിവാറിനെ അപകീർത്തിപ്പെടുത്തുന്ന ചില രംഗങ്ങൾ ഈ ചിത്രത്തിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഗോകുലം ഓഫീസിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നത്. ഗോകുലം ആണ് ഈ സിനിമയുടെ ഒരു നിർമ്മാതാവ്. ആ ഒരു സാഹചര്യത്തിൽ മുൻപും നമ്മൾ പല ചർച്ചകളിലുമൊക്കെ ഇത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചാൽ അവർക്കെതിരെ കേന്ദ്ര അന്വേഷണം ഏജൻസി വരും, അവരുടെ റെയ്ഡുകൾ നടക്കുക എന്ന തരത്തിലുള്ളൊരു പല പരാമർശങ്ങളും ഇതിനു മുൻപൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ആ പരാമർശങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത് പോലെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഗോകുലത്തിന്റെ ഓഫീസുകളിൽ ഇഡിയുടെ ഒരു റെയ്ഡ് നടക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡ് പരിശോധന. ഞാൻ തിരികെ എത്താന്നോ? ഏതായാലും നേരത്തെയും ഇഡി ഈ വിഷയത്തിൽ റെയ്ഡ് നടത്തിയതാണ്. കരുവന്നൂർ കള്ളപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്തതായിട്ടുള്ള വാർത്തകളും വന്നതാണ്.
ഇതിന്റെ തുടർച്ചയായിട്ടാണോ ഈ റെയ്ഡ് നടക്കുന്നത് എന്നുള്ള സൂചനകളുണ്ട്. പക്ഷേ എമ്പുരാൻ സിനിമയുടെ വിവാദത്തിന് തൊട്ടുപിറകെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ചെന്നൈ, കൊച്ചി ഓഫീസുകൾ, കോഴിക്കോട് ഓഫീസുകളിലും റെയ്ഡ് നടക്കുമ്പോൾ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ആ തരത്തിൽ തന്നെ ഉണ്ടാകും. ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരിക്കൽ കൂടി നേരത്തെ നടന്ന പരിശോധനകളുടെ തുടർച്ചയായിട്ടുള്ള പരിശോധന അതായിരിക്കുമല്ലോ ഇ ഡി സംഘം പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഏത് തരത്തിലാണ് നവമി? അന്ന് ആ പരിശോധനകൾ ഏത് തരത്തിലായിരുന്നു ആ സമയത്ത് നടന്നത്? അപർണ, മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനു മുൻപ് ഗോകുലം ഓഫീസുകളിൽ റെയ്ഡ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കുറച്ചുകൂടി അന്വേഷിക്കേണ്ടി വരും. എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് മുൻപ് രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഉണ്ടായിരുന്നു ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട്. ആ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന നടക്കുന്നത് എന്നൊരു വിശദീകരണമാണ് അവിടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. പക്ഷേ ഇതിൽ ഗോകുലം ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഗോകുലം ഗോപാലിനടക്കമുള്ളവരുടെ പ്രതികരണം നമുക്ക് ഈ വിഷയത്തിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ ഗോകുലത്തിന്റെ ഓഫീസുകളിൽ ചെന്നൈയും കേരളത്തിൽ കൊച്ചിയിലും കോഴിക്കോടുമാണ് പ്രധാനമായും പരിശോധനകൾ നടക്കുന്നത്. ഇ ഡി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനി വരും മണിക്കൂറിലാണ് ഇതിന്റെ ഒരു വിശദമായ റിപ്പോർട്ട് ലഭ്യമാകേണ്ടിയുള്ളത്. എന്തായാലും ഈ ഒരു വിവാദങ്ങൾ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു റെയ്ഡ് എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രസക്തമായി നിൽക്കുന്നത്. മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഗോകുലം ഗ്രൂപ്പ് ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ ഓഫീസുകളിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. വേണ്ട രേഖകൾ സമർപ്പിക്കുവാനും വേണ്ട രേഖകൾ കണ്ടെത്തുവാനുമാണ് ഇപ്പോൾ ഇ ഡിയുടെ ഒരു ഞാൻ തിരികെ എത്താം. ഏതായാലും ഗോകുലം ചിറ്റ്സ് ഉടമ ഗോകുലം ഗോപാലൻ പ്രതിയായിട്ടുള്ള ചിട്ടി കേസുകളിൽ, അനധികൃത ചിട്ടി കേസുകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില ആരോപണങ്ങളിലൊക്കെ നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് അന്ന് ഇ ഡി ഓഫീസിൽ വെച്ചുകൂടിയാണ് ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. അന്ന് ഉയർന്ന ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ പരിശോധനയും നടന്നിരുന്നു. പക്ഷേ അതിനുശേഷം ഒരല്പം നീണ്ട കാലയളത്തിന് ശേഷമാണ് ഇപ്പോൾ ഗോകുലത്തിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നത്. അത് എന്ത് സാഹചര്യത്തിലാണ്? അന്ന് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഇ ഡി റെയ്ഡ് എന്നുള്ള സൂചനകൾ വരുമ്പോൾ പോലും എമ്പുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പോലും ആ സമയത്ത് വന്നത് ഈ എമ്പുരാൻ സിനിമയുടെ തിരുത്തൽ നടന്നത് അല്ലെങ്കിൽ വെട്ടൽ നടന്നത് പോലും ഇ ഡി റെയ്ഡിന് ഭയന്നുകൊണ്ടാണോ എന്നുള്ള പരിഹാസമൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ്. ഏതായാലും ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. ഗോകുലത്തിന്റെ കോഴിക്കോട്, ചെന്നൈ, കൊച്ചി ഓഫീസുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഒരിക്കൽ കൂടി നവമി, എപ്പോഴാണ് ഈ റെയ്ഡ് തുടങ്ങിയിരിക്കുന്നത്? എത്ര നേരമായി? ബാക്കി റെയ്ഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഏത് തരത്തിൽ? അപർണ, അല്പസമയം മുമ്പാണ് ഈ ഒരു റെയ്ഡ് തുടങ്ങിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചെന്നൈ, കൊച്ചി, കോഴിക്കോട് എന്നീ സ്ഥാപനങ്ങളിലെ ഗോകുലത്തിന്റെ എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമായ ചില രേഖകൾ പരിശോധിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയത്. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഓഫീസുകളിൽ ഈ ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് എന്നുകൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്നാലും വരും മണിക്കൂറിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. ഇനി എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു പരിശോധന അല്ലെങ്കിൽ പെട്ടെന്നൊരു റെയ്ഡിന്റെ ആവശ്യം എന്താണ്? ഈ വിവാദങ്ങളൊക്കെ നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ BJP നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിലാണോ ഇത്തരത്തിലൊരു പരിശോധന എന്ന് ഒക്കെ കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു. കാരണം അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ എമ്പുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ട് എഡിറ്റിംഗ് വേർഷൻ എത്തുന്നതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉയർന്നിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് ഇനി ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സ്വത്തുകളിൽ ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്ന പരിഹാസ രൂപേണ കോൺഗ്രസ് അടക്കം ഉന്നയിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ റെയ്ഡ് ഏറെ പ്രസക്തമാകുന്നത്. എന്തായാലും മുൻപ് രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അതിന്റെ ചില രേഖകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റെയ്ഡ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈ, കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. അപർണ. നവമി ദിനേശ് വിവരം നൽകുന്നു. ഏറ്റവും പുതിയ വാർത്തയാണ് വരുന്നത്. ഗോകുലം
ഗോപാലന്റെ ഓഫീസുകളിൽ, ഗോകുലം ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റിന്റെ റെയ്ഡ് നടക്കുകയാണ്. ഇതിനു മുൻപും കൊച്ചി ED ഓഫീസിൽ വെച്ചിട്ട് MG മിഥുനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, മുൻപ് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് മുൻപ് ED ഗോകുലം ഗോപാലിന്റെ ചോദ്യം ചെയ്താണ്. ആ തരത്തിലുള്ള പരിശോധനകൾക്കും തുടക്കമിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ അന്ന് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ബാക്കിയാണ് ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് നവമി നൽകുന്നത്. പക്ഷേ ഈ സാഹചര്യം, ഈ സമയത്ത് റെയ്ഡ് നടക്കുക എന്ന് പറയുന്നത് ചെറിയ രാഷ്ട്രീയ പ്രതികരണങ്ങളല്ല കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഏത് തരത്തിലാണ്, ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ടോ ഈ സമയത്ത്? അപ്പോൾ നമുക്കിതിൽ 2 വർഷം മുമ്പുണ്ടായ ഒരു സംഭവത്തെ കൂടി ഈ ഒരു വിഷയത്തെ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അന്ന് BBC ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നു. ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിന് ആഴ്ചകൾക്ക് ശേഷം BBC ഓഫീസുകളിലേക്ക് ഇൻകം ടാക്സിന്റെ റെയ്ഡ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വ്യാപകമായ റെയ്ഡിലൂടെ വലിയ രീതിയിൽ അവിടുത്തെ ഓഫീസുകളിലേക്ക് ഉദ്യോഗസ്ഥർ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ എമ്പുരാൻ വിഷയത്തിലും ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഓഫീസുകളിൽ ചെന്നൈ, കൊച്ചി ഓഫീസുകളിലും ഒപ്പം തന്നെ കോഴിക്കോടുമാണ് ഇപ്പോൾ റെയ്ഡ് വ്യാപകമായി നടക്കുന്നത്. കാരണം നമുക്കറിയാം, സമീപകാലത്തൊക്കെ തന്നെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ അലയടിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിൽ ഈ വിവാദ വിഷയങ്ങൾ, അതായത് ഗോദ്രയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള വിവാദ വിഷയങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തിയതാണ് ഈ ഇത്തരത്തിൽ സംഘപരിവാർ ശക്തികളെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ 24 വെട്ടുവെട്ടി എമ്പുരാൻ പിന്നീടും പുനഃപ്രദർശനത്തിനായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും തന്നെ ഇതിൽ നിന്ന് പിടിവിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ റെയ്ഡിലൂടെ വ്യക്തമാകുന്നത്, അല്ലെങ്കിൽ അതിൽ ഇവിടെ വായിച്ചെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതിലും ഇത്തരത്തിൽ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചാൽ ആ വിമർശിക്കുന്നവരുടെ വായടപ്പിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലേക്കും മുന്നോട്ട് പോകും. അവർ തങ്ങളുടെ കൈകളിൽ വിലങ്ങണിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഈ സിനിമയിൽ തന്നെ അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ചും ഒക്കെ കൃത്യമായി പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയിൽ നിന്നുള്ളത് തന്നെയാണ്. എന്തായാലും സ്പോയിലർ ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ആ സിനിമ കണ്ടവർക്ക് കൃത്യമായി ഇപ്പോൾ എന്താണ് നടക്കുന്നത്, ഇപ്പോൾ ഈ EDയുടെ റെയ്ഡ് എവിടേക്കാണ് നടക്കുന്നത്, അതേ സമാനമായ സാഹചര്യം ആ സിനിമയിലും കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരുപക്ഷെ മുൻകൂട്ടി ഇതെല്ലാം കണ്ട രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ റെയ്ഡ് നടക്കുകയാണ്. എന്താണ് കാര്യം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടിയാണോ എന്നുള്ളത് നമുക്കിനി മണിക്കൂറുകൾ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ മുൻകാലങ്ങളിൽ കണ്ടതുപോലെ തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BBC ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഗോകുലം ഓഫീസിൽ കൂടി ഇപ്പോൾ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതികരണങ്ങൾ വന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ, ഇപ്പൊ നമ്മൾ ഈ വാർത്ത പോകുമ്പോൾ പോലും അതിന് താഴെ വരുന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങളുണ്ട്. പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ എന്ന തരത്തിലുള്ള കമന്റുകളാണ്. സ്വാഭാവികമായിട്ടും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇത് വായിക്കപ്പെടും. നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ അത്തരം രംഗങ്ങൾ ആ സിനിമയിൽ തന്നെയുണ്ട്. അപ്പോൾ സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടക്കുകയാണിത്, അല്ലേ? അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്പസമയത്തിനകം തന്നെ വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നേരത്തെ തന്നെ ഈ ഒരു എമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തുടങ്ങിയതിനു ശേഷം യാതൊരു തരത്തിലും സിനിമാ സംഘടനയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് സംഘടനകളോ ഒന്നും തന്നെ ഒരു പ്രതികരണമായി രംഗത്ത് വരാത്ത കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. ചില പ്രൊഡ്യൂസേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതല്ലാതെ ഒരു പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചില്ല. പക്ഷേ അത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം പല കോണുകളിലും ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ, പ്രധാനമായും കോൺഗ്രസും CPM ഒക്കെ തന്നെ വലിയ രീതിയിൽ ഈ എമ്പുരാൻ സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായ പ്രചരണം നടക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ EDയുടെ നടപടി അത് പ്രതികാര നടപടി എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വരും മണിക്കൂറുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഒക്കെ എങ്ങനെ ആയിരിക്കാം ഇതിനെ നോക്കിക്കാണുന്നത്, അവർ എങ്ങനെയാണ് ഇതിനെ പ്രതികരിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ ഈ വിവാദത്തിന് പിന്നാലെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ
നേരത്തെ മുൻപും ഈ ഗോകുലം ഗോപാലിന്റെ ഈ ഒരു ഇത്തരത്തിൽ ഓഫീസുകളിൽ നേരത്തെയും തന്നെ ഇത്തരത്തിൽ പല റെയ്ഡുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡ് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത എന്തായാലും വരേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് അന്ന് ഈ പറഞ്ഞ പോലെ ഈ 2 വർഷം മുൻപ് അല്ല 1.5 വർഷം മുൻപ് അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അതിനുശേഷം ഗോകുലം ഗോപാലൻ തന്നെ പ്രതികരിച്ചിരുന്നു. ഇത് നേരിട്ട് തനിക്ക് ബന്ധമില്ല, തന്റെ കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ടാണ് വിളിച്ചത്. സ്വാഭാവികമായിട്ടും ഇതിൽ ഒരു ക്ലോഷർ അന്നുണ്ടായി എന്നാണ് കരുതിയിരുന്നത്. കൂടുതൽ ഇ ഡി പരിശോധനകളോ നടപടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ചാപ്റ്റർ ഏകദേശം തീർന്നതുമാണ്. വളരെ പെട്ടെന്ന് വീണ്ടും ഈ പരിശോധന നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എമ്പുരാന്റെ പശ്ചാത്തലത്തിൽ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദേശമൊക്കെ കൊടുക്കാനാണ് ഇത് എന്നുള്ളൊരു വ്യാഖ്യാനം കൂടി ഉയരില്ലേ? അപ്പോൾ തീർച്ചയായും അതായത് ഇതിനു മുമ്പ് ആദ്യമായി റെയ്ഡ് ഉണ്ടാകുന്നത് ഗോകുലം ഫിനാൻസിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡായിരുന്നു ഉണ്ടായത്. അന്ന് 2018 ഈ റെയ്ഡ് ഉണ്ടായിരുന്നത്. ഗോകുലം ഗ്രൂപ്പ് മേധാവി ഗോകുലം ഗോപാലിന്റെ കൊച്ചിയിലെ വീട്ടിലും ഗോകുലം ഫിനാൻസേഴ്സിന്റെ 30ഓളം കേന്ദ്രങ്ങളിലുമായിരുന്നു അന്ന് റെയ്ഡ് നടത്തിയിരുന്നത്. നികുതി വെട്ടിപ്പ് സംബന്ധിച്ച പരാതിയെ തുടർന്നായിരുന്നു അന്ന് IT ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക സംഘം റെയ്ഡ് നടത്തിയത്. ചെന്നൈയിലെ ഇപ്പോൾ നടക്കുന്ന ഗോകുലം ഓഫീസുകളിൽ ചെന്നൈയിൽ ഇപ്പോൾ നടക്കുന്ന റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓഫീസുകളിലൊക്കെ അന്നും സമാനമായ രീതിയിൽ റെയ്ഡ് നടത്തുകയും ചെയ്യുന്നു. കൃത്യമായ രീതിയിൽ ചില രേഖകൾ കണ്ടെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്യലടക്കം നടക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിന് പിന്നീട് യാതൊരുവിധ പുരോഗതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു തുടർ നടപടികളിലേക്ക് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ നടക്കുന്ന ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനൊരു വ്യക്തത വന്നിട്ടില്ല. ED എന്തിനാണ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ പരിശോധനകൾ നടത്തിയതായിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിൽ ഒരു ഗ്രോസ് കളക്ഷൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത തരത്തിൽ മലയാള സിനിമയെ സംബന്ധിച്ച് തന്നെ വലിയൊരു ചിത്രമാണ് എമ്പുരാൻ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗ്രോസ് കളക്ഷൻ നേടിക്കൊണ്ട് മുന്നേറുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭാഗമായി തന്നെയാണോ ഇത്തരത്തിലൊരു റെയ്ഡ് എന്നൊക്കെ നമുക്ക് ഇനി വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതായത് നിലവിൽ ഏത് കാര്യത്തിലാണ് റെയ്ഡ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം ലഭ്യമായിട്ടില്ല. തിരികെ എത്താം മിഥുൻ. ഒരിക്കൽ കൂടി നവമിയിലേക്ക്. നവമി, ഇത് കഴിഞ്ഞ തവണ നടന്ന ED പരിശോധനയുമായി ബന്ധപ്പെട്ട് അത് ഏകദേശം അവസാനിച്ചൊരു ചിത്രമായിരുന്നു. ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ അന്ന് 2023 അവസാന സമയത്ത് ഗോകുലം ഗോപാലൻ നടത്തിയതുമാണ്. പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തകളോ പരിശോധനകളോ ഒന്നും ഉണ്ടായില്ല. ഈ അതേ കേസുമായി ബന്ധപ്പെട്ടുള്ളൊരു റെയ്ഡാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അത് പെട്ടെന്ന് മറ്റെന്തോ ഒരു സന്ദേശം നൽകാനാണെന്നുള്ള വ്യാഖ്യാനം ഉണ്ടാകും. അങ്ങനെ തന്നെ വേണമോ കരുതാൻ? തീർച്ചയായും അപർണ, അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഈ നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി EDയുടെ ഒരു റെയ്ഡ് ഗോകുലം ഓഫീസുകളിൽ നടക്കുക എന്ന് പറയുന്നത് അതേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഈ ചിട്ടി ഇടപാടുകളുടെ മറവിൽ ഫെമ നിയമം ലംഘിച്ചു എന്നൊരു ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പരിശോധന, ചില രേഖകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ തന്നെ ഗോകുലം ഗോപാലിനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. വിശദമായിട്ടുള്ള ചില തെളിവ് ശേഖരണവും റെയ്ഡും ഒക്കെ നേരത്തെ നടത്തിയിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായി പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് അന്വേഷണങ്ങളൊന്നും EDയുടെ ഭാഗത്തു നിന്നും ഒന്നും നടന്നിരുന്നില്ല. അതിനിടയിലാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ED ഓഫീസുകളിൽ EDയുടെ റെയ്ഡ്, ഈ ഗോകുലം ഓഫീസുകൾ ചിട്ടി സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുക എന്ന് പറയുന്നത് ഈ സിനിമയുടെ വിവാദവുമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും കോഴിക്കോട് ഓഫീസിലെ റെയ്ഡ് പൂർത്തിയാകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കൊച്ചി ഓഫീസിലും ചെന്നൈയിലും ആണ്, മറ്റ് ഓഫീസുകളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരും ദിവസങ്ങളിൽ ഗോകുലം ഗോപാലനെ അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. കാരണം EDയുടെ റെയ്ഡ് ചില രേഖകൾ കണ്ടെത്തുവാനും ഇതിൽ ഒരു നിയമലംഘനം ഉണ്ടായി എന്ന തരത്തിൽ നേരത്തെ തന്നെ കേസെടുത്ത് അന്വേഷണം നടക്കുകയായിരുന്നു. അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നേരത്തെ ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞിരുന്നു. ചില രേഖകൾ ഹാജരാക്കാൻ ഗോകുലം ഗോപാലിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു റെയ്ഡുമായി ഗോകുലം ഓഫീസുകളിൽ ED എത്തുന്നത്. രാവിലെ തന്നെ റെയ്ഡ് ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൊച്ചി, കോഴിക്കോട്, ചെന്നൈ എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ട ഓഫീസുകളിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് ഗോകുലം ഗ്രൂപ്പിന്റെ തന്നെ, ഗോകുലം ഗോപാലിന്റെ അടക്കം പ്രതികരണം തേടേണ്ടതുണ്ട്. എന്താണ് ഇത്ര പെട്ടെന്ന് ഒരു റെയ്ഡ്? ഇത് സിനിമയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഈ ED ഉദ്യോഗസ്ഥർക്കുണ്ടായോ? കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന്, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായാണോ ഇങ്ങനെ ഒരു റെയ്ഡ് എന്നതൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്.
അപർണ. നവമി ദിനേശ് വിവരം നൽകൂ. ഒരിക്കൽ കൂടി മിഥുനിലേക്ക്. മിഥുൻ, സമൂഹ മാധ്യമങ്ങളിൽ എമ്പുരാൻ എഫക്റ്റ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കൂടുതൽ പരിശോധനകൾ കൂടുതൽ ഓഫീസുകളിലേക്ക് നടക്കുമോ എന്നുള്ളൊരു ചോദ്യം. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നവമിയും പറയുന്നു ഒരുപക്ഷെ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയാകുന്നു. ആ തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഈ കഴിഞ്ഞ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ? ആ ഒരു വ്യാപ്തിയെ കഴിഞ്ഞ കേസിനുണ്ടായിരുന്നോ? അപർണ, ഇതിനു മുമ്പ് 2 കേസുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. ആദ്യം ഇൻകം ടാക്സിന്റെ ഒരു നടപടി ഉണ്ടായിരുന്നു, അത് 2018 പിന്നീട് അദ്ദേഹത്തിന്റെ 30ഓളം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും കൃത്യമായ രേഖകളൊന്നും ലഭിക്കാതിനെ തുടർന്ന് അതിന്റെ തുടർ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം 2023 വരുമ്പോഴാണ് ഈ കരുവന്നൂർ കള്ളപ്പണ കേസിലാണ് ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. അതിൽ ഏകദേശം 4 കോടിയോളം രൂപ ഈ പ്രതികളുമായി നടത്തിയ ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് ചോദ്യം ചെയ്യൽ നടത്തിയത്. പക്ഷേ അതിൽ കൃത്യമായ വിശദീകരണം ആ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമപ്രവർത്തകരോടും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ ചോദ്യം ചെയ്തത് ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അല്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. തന്റെ ചിട്ടിയിൽ അനിൽകുമാർ എന്നയാൾ നിക്ഷേപം നടത്തിയിട്ടുണ്ട്, അയാൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാളുടെ ചില രേഖകൾ കൈവശമുണ്ട്, അതിൽ വിശദീകരണം ചോദിക്കാൻ വിളിപ്പിച്ചതാണെന്നുമായിരുന്നു അദ്ദേഹം അന്ന് മറുപടി പറയുകയും ചെയ്തു. അതിന്റെ തുടർ നടപടികൾ ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അടക്കം വലിയ രീതിയിൽ ഈ കരുവന്നൂർ വിഷയം ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ കരുവന്നൂർ വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ട് BJP വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അങ്ങനെ ആ വിഷയം ഇപ്പോഴും കത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ ഒരു പക്ഷേ ആണോ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു റെയ്ഡ് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണോ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ എമ്പുരാനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങൾ അതിൽ നമുക്ക് തന്നെ അറിയാം. ആദ്യം ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു പ്രധാനമായും അതിന്റെ നിർമ്മാണ രംഗത്തുണ്ടായിരുന്നത്. അതിനുശേഷം ചില ആശങ്കകൾ വരുന്നു. പിന്നീട് കേരളത്തിൽ നിന്ന് ഗോകുലം ഗോപാലൻ ഇതിന്റെ നിർമ്മാണത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. അതിനുശേഷമായിരുന്നു വലിയ രീതിയിൽ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത, ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തന്നെ വലിയൊരു റിലീസുമായി, ലോകമെമ്പാടും വലിയൊരു റിലീസുമായി എമ്പുരാൻ വരുന്നത്. ആദ്യ 2 ദിവസങ്ങൾ മറ്റു വിവാദങ്ങളൊന്നുമില്ലായിരുന്നു. ചിത്രം പോലെ തന്നെ കണ്ട് മുന്നോട്ട് പ്രേക്ഷകരും ഒപ്പം തന്നെ മറ്റു പാർട്ടി നേതാക്കളും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. പക്ഷേ 2 ദിവസത്തിന് ശേഷം പൊടുന്നനെ മറ്റൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ ചിത്രം ഗോദ്രയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിൽ രാജ്യമെമ്പാടും ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നു. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിലടക്കം പലതവണ പൃഥ്വിരാജിനെ കുറിച്ച് സംവിധായകൻ പൃഥ്വിരാജിനെ പരാമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ വരുന്നു. അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ തരത്തിലേക്ക് ഈ ഒരു ചിത്രത്തിന്റെ വ്യാപ്തി മാറുന്നു. അതും വലിയ വിവാദങ്ങളോടുകൂടിയാണ് ഇത്തരത്തിലൊരു വ്യാപ്തിയിലേക്ക് ഈ ചിത്രം മാറുകയും ചെയ്തു. പിന്നീട് അതിനെ എതിർക്കുന്നവരും ഒപ്പം തന്നെ അനുകൂലിക്കുന്നവരും ഒക്കെ തന്നെ തിയേറ്ററിൽ തടിച്ചുകൂടുന്ന കാഴ്ച കാണാൻ സാധിച്ചു. വലിയ രീതിയിൽ ഗ്രോസ് കളക്ഷൻ നേടാൻ കഴിയുന്നു. ചരിത്രത്തിലില്ലാത്ത തരത്തിൽ ഏകദേശം 5 ദിവസത്തോളം കൂടി തന്നെ 200 കോടി ക്ലബിലേക്ക് കയറുന്നു എന്നുള്ളത് ഒരു അവകാശവാദം പ്രൊഡ്യൂസേഴ്സ് തന്നെ ഉന്നയിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിലുള്ള പോസ്റ്റേഴ്സ് ഒക്കെ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ പങ്കുവെക്കുന്നത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് പിന്നീട് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ചെന്നൈയിലെയും ഒപ്പം തന്നെ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകളിലാണ് ഇത്തരത്തിൽ ED എത്തി പരിശോധന നടത്തുന്നത്. അത് ഈ എമ്പുരാൻ വിവാദത്തിന്റെ പിന്നാലെയാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ആണോ? കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടാണ് അന്നത്തെ അതിന്റെ പ്രോസസ് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറയുന്നത്. പക്ഷേ അതിൽ പിടിവിടാതെ തന്നെ, അല്ലെങ്കിൽ ആ കേസുമായി ഉൾപ്പെടുത്തി എമ്പുരാൻ വിവാദവും കൂടി കോർത്തിണക്കിക്കൊണ്ട് മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഏതായാലും എമ്പുരാൻ വിവാദം തുടരുമെന്നുള്ളതിൽ തർക്കമില്ല. ഗോകുലം ഓഫീസുകളിൽ EDയുടെ റെയ്ഡ് നടക്കുകയാണ്. ചെന്നൈ, കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. MG മിഥുനും നവമി ദിനേശ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ.